ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, സ്നേഹവന്ദനം. സുവിശേഷ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തുന്ന ചില വ്യക്തികളിന്മേൽ ക്രിസ്തുവിൻ്റെ നോട്ടം പതിയുന്നുണ്ട്. വൃക്ഷത്തിൻ്റെ മുകളിലിരിക്കുന്ന സക്കായിയെ ക്രിസ്തു ദർശിക്കുന്നു. മരക്കൊമ്പിൽ നിന്നിറങ്ങി കർത്തൃ സമീപത്തെത്തിയപ്പോഴാണ് താൻ യേശുവിൽ നിന്ന് എത്ര അകലെയാണെന്ന് അവൻ തിരിച്ചറിയുന്നത്. തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് തൻ്റെ ജീവിതമെന്ന അവബോധത്തിൽ സക്കായി ഒരു തെറ്റിന് 4 ഇരട്ടി പരിഹാരം ചെയ്യുവാൻ തയ്യാറാകുന്നു. ആ നിമിഷത്തിൽ അവനും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. യേശുവിൻ്റെ നോട്ടം ഒരുവനെ പ്രായശ്ചിത്തത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നു. സമവേക്ഷണ സുവിശേഷ ഭാഗങ്ങളിൽ ധനികനും പ്രമാണിയും യുവാവുമായ ഒരുവനെ കർത്താവ് നോക്കുന്നുണ്ട്. ദൈവത്തിങ്കിലേക്ക് വളരുവാൻ അവനിൽ തടസ്സമായി നിൽക്കുന്നവയെല്ലാം യേശു കണ്ടു. ഒരു കുറവ് നിനക്കുണ്ട് എന്ന് യേശു അരുളി ചെയ്യുന്നു. ക്രിസ്തു സവിധത്തിലാകുമ്പോഴാണ് നമ്മുടെ കുറവുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നത്. ആ യുവാവിൻ്റെ കുറവ് അവന് സമ്പത്തെന്ന ദൈവിക വരദാനം ഉണ്ടായിരുന്നുവെങ്കിലും ദൈവനിർദ്ദേശമനുസരിച്ച് അവ വിനിയോഗിക്കുവാനുള്ള വൈമുഖ്യമായിരുന്നു. നമ്മിലെ കുറവ് നാം സ്വയം കണ്ടെത്തുക. അഹങ്കാരം, അസൂയ, സ്വാർത്ഥത, ആസക്തികൾ ഇങ്ങനെയുള്ള കുറവുകൾ കണ്ടെത്തി പരിഹരിച്ച് ക്രിസ്തുവിങ്കൽ വിലയം പ്രാപിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ സദാചാര വിരുദ്ധതയുടെ പേരിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ചിലർ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഒരിക്കലും പാപത്തിൽ വീഴാതിരിക്കുവാനുള്ള മനഃശക്തി ക്രിസ്തുവിൻ്റെ നോട്ടത്തിലൂടെ അവൾക്ക് ലഭിച്ചു. കർത്താവിൻ്റെ നോട്ടത്തിൻ്റെ കാന്തവലയത്തിൽ നമുക്ക് രൂപാന്തരപ്പെടാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല.